ഹലോ. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫാണ്, അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പണികൾ പുറത്ത് ചെയ്തേക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണേ. വലിയ വെയിലെന്ന് പറയാനില്ല, ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. ഇതെന്നാ പരിപാടി ഇവിടെ? എന്നാ ഇവിടുത്തെ പ്ലാൻ? ഇവിടെ ഈ വീഡ്സ് എല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞപ്പോൾ ഒരു വീഡ് കൺട്രോൾ മാറ്റ് ഉണ്ട്, അതിട്ടിട്ട് ഒരു റേസ്ഡ് ബെഡ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ വെറുതെ സ്പേസ് കിടക്കുക. അത്ര ഡീപ്പും ഒന്നും അല്ല ഇത്. ഈ സ്പേസ് ഇച്ചിരി കോൺക്രീറ്റഡ് ആണ് കൂടുതലും. ഞങ്ങൾ ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് പറിക്കട്ടെ. ഓ, നിലത്ത് പിടിക്കുന്നല്ലേ? ഇത് ഒരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വേണം മറ്റേ ബെഡ് വെക്കാൻ. ഇത് നമ്മൾ സൈസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ. ആമസോണിൽ വേണ്ടിയേ? ആമസോൺ. പുല്ലിലൊക്കെ ആണെങ്കിലൊക്കെ ഇത് അടിച്ചവിടെ ഉറപ്പിക്കാനുള്ള ഇതുണ്ട്, പെഗ്സ് ഉണ്ട്. ഇത് വെച്ച് അടിച്ചവിടെ നിലത്ത് ഉറപ്പിക്കാൻ പറ്റും. നമ്മളൊരു ഗാർഡൻ ബെഡ് ബാക്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുത്തുകൊണ്ട് വരാം. നമ്മൾ ഗാർഡൻ ബെഡ് പടന്നുകൊണ്ടിരുന്നതിനിടയ്ക്ക് കൺമണിയെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ സമയമായി. ഇന്ന് ഫ്രൈഡേ ആകുമ്പം 1:45 ഉള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ഓടിപ്പോയി കൺമണിയെ വിളിച്ചോണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ ബെഡിനകത്ത് ആദ്യത്തെ മറ്റേ വീഡ് കൺട്രോൾ മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗാർഡൻ ബെഡ് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ മറ്റേ കാർഡ്ബോർഡ് ഇട്ട് ഒരു പകുതി നിറയ്ക്കും. അത് നമ്മൾ ശരിക്കും കമ്പോസ്റ്റ് സോയിലൊക്കെ സേവ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ലോണ് കട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ കുറേ ഗ്രാസ് ഇരിപ്പുണ്ട്, അതും കൂടെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇടാൻ പോവുക. ഇത് നമ്മുടെ ലോണ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ ഗ്രാസാണ്, അത് നമ്മൾ ഒരു ലെയർ ഇടാൻ പോവുക.
ഇതെന്നാന്നറിയോ? എന്താണ്? ഇതാണ് ഗാർഡൻ ബെഡ്. ഓക്കേ. നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഒരു ഗാർഡൻ ബെഡ് റെഡിയാക്കി. അതുകൊണ്ട് ഇതിനകത്ത് ചെടി നടണം. നമ്മൾ കുറച്ച് ചെടിയും കൂടെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ 2 നാൾ നഴ്സറി പോയിട്ട് ഇനിയിപ്പോൾ അത് നടാം. ഇതെന്നാ? ഇത് ചുമ്മാ ഒരു എന്താ പറയുക, സിൽവർ ഡസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം. ഇത് ജസ്റ്റ് ഒന്ന് കവറിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. വൈഡൻസ് 6B സ്മൈൽ. ഇത് 199. 6 എണ്ണം 199 വാങ്ങിച്ചേ. പിന്നെ ഒരു ഗ്രാസ് മേടിച്ചു. ഇതൊരു ഡെക്കറേറ്റീവ് ഓർണമെൻ്റൽ ഗ്രാസാണ്. പിന്നെ ഇതിൻ്റെ 2 കളേഴ്സ് മേടിച്ചു. ഒരു പെരിനിയൽ സംഭവമാണ്, എന്ന് വെച്ചാൽ എല്ലാ ഇയറും റിട്ടേൺ ചെയ്യും. ഇത് ബക്കോപ്പ എന്ന് പറഞ്ഞൊരു ചെടി. ഇതെല്ലാം 199. ആ പൂവ് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു വെർബീന പിങ്ക് വാങ്ങിച്ചു. ഇത് ലോബീലിയ എന്ന് പറഞ്ഞിട്ട് സംഭവം. ഇതും ബെഡിങ് പ്ലാന്റ് തന്നെയാണ്. അതിൻ്റെ ഒരു മിക്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ്സ് എല്ലാം ഒന്ന് ഈ ഗാർഡൻ ബെഡിൽ ഒന്ന് ലേ ചെയ്തിട്ട് ഒന്ന് ലേ ഔട്ട് ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് മണ്ണിലിട്ട് നടണം. ബ്രാക്കിസ്കോമോ അങ്ങനെ എന്തോ പേര്. ആ പൂ കാണാൻ നല്ല ഭംഗി. നമ്മുടെ സാധാരണ മറ്റേ ഡെയ്സി തന്നെ വയലറ്റ് കളർ പോലെ. ഇതൊക്കെ അടുത്ത വർഷവും നിൽക്കുന്നതാണ്. ഇത് എല്ലാം ഒന്നും നിൽക്കത്തില്ല. ഈ 2 അതില്ലേ, അതും പിന്നെ ചിലപ്പോൾ ഓർണമെന്റൽ ഗ്രാസും നിൽക്കുമായിരിക്കും. ഇതല്ലേ ബാക്കിയൊക്കെ നമ്മൾ മിക്കവാറും ആനുവൽസ് ആ. ഇതൊക്കെ ഒരു വർഷമേ നിൽക്കത്തുള്ളൂ. അതിന് വലിയ വിലയില്ലല്ലോ, ചെറിയ 199 ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ബന്ദി തന്നെയാണ്. ഇത് അത് തന്നെയാണ്. ഇങ്ങനെ നടുമ്പോൾ നമുക്കത് മണ്ണിൽ നമ്മൾ അല്ലാതെ മണ്ണിൽ നടത്തില്ലേ, അതിൻ്റെ ഒരു ഫീലിങ്ങാണ്. അല്ലാതെ ചട്ടിയിൽ നടുമ്പം ഇങ്ങനെ ഈ സുഖമില്ല. സ്കൂള് നിങ്ങളൊരു സംഭവം ഉണ്ടാക്കിയുണ്ടോ? എങ്ങനെയുണ്ടാ? ആണോ? ഇന്നത്തെ പണിയായിരുന്നു. അത് മേടിച്ചു അല്ലത് 2-3 ആഴ്ചയായില്ലേ? അത് ഫ്രെയിം മേടിച്ചിട്ടേ, ഫ്രെയിം പോലെ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. അതിന്റെ പോട്ട് ഊരുന്നില്ലേ? അതിന്റെ പോട്ട് ഇത് ഡെക്കറേറ്റീവ് ബോക്സ് ആണ്. ഇത് നമ്മളിപ്പോൾ നട്ടതിൻ്റെ ചോട് നല്ല ക്ലീനായിട്ട് കിടക്കാനും പിന്നെ വേറെ വീഡ്സ് ഒന്നും വരാതിരിക്കാനും പിന്നെ ആ വെള്ളമൊക്കെ നനച്ചാൽ ആ നനവിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സോയിലങ്ങ് ഉണങ്ങി പോവില്ലേ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പണി. ഇനി നമുക്ക് 2 ഗാർഡൻ ബെഡും കൂടെ റെഡിയാക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബാക്കി കൃഷിപ്പണികളൊക്കെ നമുക്ക് കാണാം. അപ്പം ബാക്കി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും